വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മളൊരു പ്രോഗ്രാമിന് പോവാണ്. നമ്മളല്ല, ഇവരാണ് പോണത്. ഇന്ന് ഞാൻ പോകണമെന്നില്ല, കാരണം സ്കൂളുണ്ട്, ഇന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പം ഞാൻ സ്കൂളിലേക്കും ഇവർ പോകണം. എന്താ പറയല്ലേ, ഇനാഗ്രേഷൻ. നമ്മളല്ലേ ഇനാഗ്രേറ്റ് ചെയ്യുന്നത്, വേറെ ഒരാളാണ്. ആണ്ടാണ് പോണത്. അപ്പോൾ ഞങ്ങൾ അതിന് പോവാണ്. ഇവർക്ക് ക്ലാസ് ഉണ്ട്. ഓക്കെ, ബൈ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് എടുക്കാം. അപ്പം മക്കളെ, നിങ്ങൾക്ക് ഇതാരാന്ന് മനസ്സിലായോ? ഇതാരാന്നല്ല, ഇതൊക്കെ ആരാന്ന് മനസ്സിലായോ? ഇതാണ് നമ്മുടെ ബോഡി ഗാർഡ്സ് കേട്ടോ. അപ്പോൾ ഇതിൽ ഫിറോസൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു ഇനാഗ്രേഷന് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു സ്പെഷ്യൽ താങ്ക്സ് ഫിറോസക്കാർക്ക് പറയാണ്. പിന്നെ ഇവർ അവിടെ ചെന്നപ്പോൾ ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഞാൻ പോയിട്ടില്ല. അപ്പോൾ മിസ് ഇങ്ങനെ വന്നിട്ട് പറയും, എൻ്റെ മോളെ പോരണീനി അങ്ങനെയാണ്, എനിക്ക് സ്കൂളുണ്ടായിട്ട് പോകാൻ പറ്റിയില്ല കേട്ടോ. അത് ഭയങ്കര ഒരു മിസ്സായിപ്പോയി എനിക്ക്. ഇവർ ഓരോരുത്തരും നല്ല സപ്പോർട്ടായിരുന്നു എന്ന് ഉമ്മ പറയണ്ടായിരുന്നു. പിന്നെ നമ്മളെ കടൻ്റെ പേരാണ് ഗോസിപ്പ് ഗേൾസ്. അപ്പോൾ എല്ലാവരും പെരിന്തൽമണ്ണ പോവുകയാണെങ്കിൽ മസ്റ്റായിട്ട് കയറേണ്ട ഒരു ഷോപ്പാണ്. ഇതിൽ ഞാൻ ഡ്രസ്സുകളൊക്കെ ഷോ ചെയ്യുന്നുണ്ട്. അടിപൊളി ഡ്രസ്സ് കളക്ഷൻസാണ്. അപ്പോൾ എന്തായാലും അവിടെ കയറിയിട്ടൊന്ന് പർച്ചേസ് ചെയ്തിട്ട് എല്ലാവരും പോണേ. ഈ ഔട്ട്ലെറ്റിനെ നമുക്കറിയാം, ഗോസിപ്പ് ഗേൾസ് പ്രീമിയം വെസ്റ്റേൺ സ്റ്റുഡിയോയുടെ ആദ്യ സംരംഭം തന്നെയാണ്. ഇന്ന് പെരിന്തൽമണ്ണയ്ക്ക് വേണ്ടി സമ്മാനിക്കുന്ന ഈ ധന്യമായിട്ടുള്ള ദിവസത്തിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സന്തോഷപൂർവ്വം വെൽക്കം ചെയ്യുകയാണ്. ഒരുപാട് അതിഥികൾ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്, നമ്മളുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട്. സോ നമ്മൾ ചെറിയൊരു പ്രോഗ്രാം, ചെറിയൊരു എൻ്റർടൈൻമെൻറ്റ് സെഷൻ കൂടി ഇന്നത്തെ ഈ വലിയ സന്തോഷത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് നിങ്ങൾക്കായിട്ട് ഒരുക്കുകയാണ്. സോ ആദ്യമേ തന്നെ കുവൈറ്റ് ദുരന്തത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് മരണമടങ്ങിയിട്ടുള്ള 23 മലയാളികളാണ് മരണമടങ്ങിയിട്ടുള്ളത്. അവർക്ക് അന്ത്യാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം നമ്മളെ സംബന്ധിച്ച് ഒരു വലിയ സന്തോഷത്തിൻ്റെ ദിവസമാണെങ്കിൽ കൂടിയും അവർക്ക് പ്രണാമം. ഓക്കെ, അപ്പോൾ ഈ ഗ്രാൻഡ് ഓപ്പണിംഗ് സെറമണിയിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ പെരിന്തൽമണ്ണക്കാരെയും നിറഞ്ഞ സ്നേഹത്തോടും സന്തോഷത്തോടു കൂടി നമ്മൾ വെൽക്കം ചെയ്യുകയാണ്. യെസ്, ഒരുപാട് വൈഡ് വെറൈറ്റി കളക്ഷൻസ് ആണ് ഒരുക്കിയിരിക്കുന്നത്. അതൊക്കെ എല്ലാം ഒരുക്കിക്കൊണ്ടാണ് നിങ്ങളെ സ്നേഹപൂർവ്വം നമ്മുടെ പെരിന്തൽമണ്ണയിലേക്ക് വരവേൽക്കുന്നത്. ന്യൂ ട്രെൻഡി കളക്ഷൻസ്, അത് വെസ്റ്റേൺ വസ്ത്രങ്ങളുടെ വൈഡ് വെറൈറ്റി കളക്ഷൻസ് ആണ് നിങ്ങൾക്കായിട്ട് ഒരുക്കിക്കൊണ്ട് നമ്മുടെ പുതിയ ഗോസിപ്പ് ഗേൾസിൻ്റെ പുതിയ ഒരു ഔട്ട്ലെറ്റിന് നിങ്ങൾക്ക് വേണ്ടി സമ്മാനിക്കുന്ന ഈ ധന്യമായിട്ടുള്ള ദിവസത്തിലേക്ക്, ഈ ഗ്രാൻഡ് ഓപ്പണിംഗ് സെറമണിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും നിറഞ്ഞ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി വെൽക്കം ചെയ്യുകയാണ്. സോ നമ്മുടെ വിശിഷ്ട അതിഥിയായിക്കൊണ്ട് ഇന്നത്തെ ദിവസത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് മലയാളികളുടെ പ്രിയപ്പെട്ട ആക്ട്രസ് ദുബനോളി ഗായത്രി സുരേഷ് ആണ് എത്താനായിട്ട് പോകുന്നത്. കൂടെ തന്നെ നമുക്ക് എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഇൻഫ്ലുവൻസർ ആൻഡ് സിദ്ധു ജോയും കൂടി എത്തുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ പ്രിയങ്കരിയായിട്ടുള്ള ഗായത്രി സുരേഷ് ഇന്നത്തെ ഗംഭീരമായിട്ടുള്ള ദിവസം സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുകയാണ്. അപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട അതിഥികളൊക്കെ വേദിയിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഈ ഒരു എൻ്റർടൈൻമെൻറ്റ് സെഷൻ നമ്മളങ്ങ് ആരംഭിക്കുകയാണ്. നമ്മുടെ ഇവന്റ് പാർട്ട്ണർ കൊക്കൂൺ മീഡിയയാണ്. സോ നിങ്ങളുടെയൊക്കെ സ്നേഹത്തോടു കൂടി അനുവാദത്തോടു കൂടി ഒരു നിറഞ്ഞ കൈയടിയും സപ്പോർട്ടും ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എല്ലാവരും ചേർന്നുകൊണ്ട് ഒരു മനസ്സ് നിറഞ്ഞ നിറഞ്ഞ കൈയടി പ്രതീക്ഷിക്കുകയാണ് ഈ ഒരു സമയത്ത്. നമ്മുടെ പ്രിയപ്പെട്ട പാട്ടുകാരൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള കുറച്ച് സമയം നിങ്ങളെയൊക്കെ എൻ്റർടൈൻ ചെയ്യിക്കാനായിട്ട് പോവുകയാണ്. മനോഹരമായിട്ടുള്ള ഒരുപാട് പാട്ടുകൾ നിങ്ങൾക്ക് സമ്മാനിക്കാനായിട്ട് പോവുകയാണ്. സോ നമ്മളങ്ങ് തുടങ്ങിയാൽ ചെറിയൊരു കൈയടി തരും എല്ലാവരും ചേർന്നുകൊണ്ട്, ഒരു ഉഗ്രൻ കൈയടി. സോ ആദ്യത്തെ മനോഹരമായിട്ടുള്ള ഗാനത്തിന് വേണ്ടിയായി വെൽക്കം അജിത് കൗർ ഓൺ സ്റ്റേജിൽ ഒരു ഉഗ്രൻ കൈയടി കൊണ്ടുകൊണ്ട് ഞാൻ വെൽക്കം ചെയ്യുന്നു. നമുക്ക് എല്ലാവർക്കും ചേർന്നുകൊണ്ട് ആദ്യത്തെ മനോഹരമായിട്ടുള്ള ഒരു പാട്ട് കേൾക്കാം. അതിനുശേഷം നിങ്ങൾ എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ആക്ട്രസ് ദുബനോളി ഗായത്രി സുരേഷ് നിങ്ങളോട് പെരിന്തൽമണ്ണയുടെ മണ്ണിലേക്ക് എത്തുകയാണ്. ഗോസിപ്പ് ഗേൾസിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന ആഘോഷങ്ങളിൽ പങ്കെടുക്കാനായിട്ട് നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് എത്തുകയാണ്. സോ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാൻ വളരെ ചുരുങ്ങിയ സമയമാണ്. ആദ്യത്തെ മനോഹരമായിട്ടുള്ള പാട്ടുകൾക്ക് അപ്പോൾ മക്കളെ, അങ്ങനെ അമ്മച്ചിൻ താത്തിയുടെ ഇനാഗ്രേഷന് നടക്കുന്നതിന് മുമ്പായിട്ട് തന്നെ കടയൊക്കെ ഒന്ന് കയറി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുള്ളായിട്ടൊന്നും കാണിക്കുന്നില്ല. ഇപ്പം ഇങ്ങനെ ഇനാഗ്രേഷൻ നടക്കുന്നതിന് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനാഗ്രേഷനിൽ എല്ലാ സെറ്റപ്പും ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കേട്ടാ. അപ്പോൾ മക്കളെ, കടൻ്റെ ഉള്ളിലൊക്കെ അടിപൊളിയാണ് കേട്ടോ. അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഡ്രസ് കളക്ഷൻസ് അത് പറയാനില്ല, അടിപൊളിയാണ്. അങ്ങനെ നമ്മുടെ ഇനാഗ്രേഷന് വേണ്ടിയിട്ട് നമ്മൾ ഗായത്രി സുരേഷ് കടന്നു വരുന്നതൊക്കെയാണ്. പമ്മി നടന്നു വരികയാണ് നമ്മൾ റിബൺ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഒരു സിനിമ നടി കടന്നു വരുമ്പോൾ അവിടെ ജനക്കൂട്ടം അത് മസ്റ്റാണ്. അപ്പോൾ എല്ലാവരും വന്നിട്ട് വീഡിയോ എടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ വീഡിയോ ഷേക്കൊക്കെ ആവുന്നുണ്ട്. എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ നമ്മൾ ഫിറോസ് ഖാനും ടീമിനെയും പിന്നെ വേറെ പറയേണ്ടിയില്ല, കാരണം മോല് ഭയങ്കര പ്രൊട്ടക്ഷനാണ്. അതുകൊണ്ട് തന്നെ ഏത് ആൾക്കാരെ തെക്കിത്തിരക്കുണ്ടെങ്കിലും അവർ സേഫായിട്ട് എത്തിച്ചോളൂ. അങ്ങനെ ഈ ഒരു ഇനാഗ്രേഷൻ നമ്മളെ ഫേമസ് യൂട്യൂബറായ ആൻ സിദ്ധു കൂടി വരുന്നുണ്ട്.
കൂടെ തന്നെ എല്ലാവർക്കും വളരെ ഹൃദയമായിട്ടുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൊക്കെ ഓടി നിൽക്കുന്ന ഏറെ ആയിട്ടുള്ള മറ്റൊരു മഴ കൂടി ആൻഡ് ജോണി കൂടി അപ്പോൾ ഈ ഫോട്ടോ എടുക്കണതാട്ടോ ഈ ഷോപ്പിൻ്റെ ഓണേഴ്സാണ് ഇവർ. അപ്പോൾ ഈ ഷോപ്പിൻ്റെ കട ഗോസിപ്പാണ്. അപ്പോൾ എന്തായാലും ഇതിൽ കൂടെ പോകണവർ, അതായത് പെരിന്തൽമണ്ണ മണ്ണ വഴി പോകണവർ എന്തായാലും ഈ കടയിലൊന്ന് കയറണം. അപ്പോൾ ഗൈസ് അവരെ കയ്യിലിരിക്കണ കേട്ടോ അവരൊരേ ഒരു കുഞ്ഞുവാവ. സംസാരിക്കോ കുറച്ചും കിട്ടുമോ? ആ ചേച്ചി ഫ്രണ്ടിൽ പോവാം. ചേച്ചി എടുക്ക് കുറച്ച് ആ മക്കളെ ഈ വന്നതാണ് കേട്ടോ മുത്തശ്ശി. അപ്പം മുത്തശ്ശിനെ കാണുക, മുത്തശ്ശിനെ എന്നല്ല ഈ ഏറ്റവും ചെറിയ കുട്ടികൾ അതുപോലെ തന്നെ വയസ്സായവർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവരെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര എന്തോ ഒരു ഇതാണ്. അപ്പോൾ അഗ്രത നല്ല മൊഞ്ചത്തി ആയിട്ടാണ് വന്നിട്ടുള്ളത് മുപ്പത്തിയാരും. അങ്ങനെ എല്ലാവരും വിളക്ക് കൊളുത്തിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് നമ്മളെ മുത്തശ്ശി ആയിരുന്നപ്പോൾ ആ മൊഞ്ച് കണ്ടില്ല മക്കളെ. അങ്ങനെ പിന്നെ അവർ സ്റ്റേജിന്മേലോട്ട് ഇരിക്കുകയാണ്. പ്രത്യേകിച്ച് ന്യൂജൻ ആൾക്കാരൊക്കെ അണിയാനായിട്ട് ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ഡെലിവറൊക്കെ ആയിട്ട് അണിയാനായിട്ട് ആഗ്രഹിക്കുന്ന ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു വെസ്റ്റേൺ ഔട്ട്ഫിറ്റ്സ് തന്നെയായിരിക്കും. അപ്പോൾ പുതിയ ഒരുപാട് കളക്ഷൻസ് നിങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഷോപ്പ് കയറിയിട്ട് വിസിറ്റ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് നമ്മുടെ ഷോപ്പിൽ ഒന്ന്
അപ്പോൾ അങ്ങനെ നമ്മൾ സെലിബ്രിറ്റീസ് രണ്ടുപേരും കളക്ഷൻസ് ഒക്കെ ചെക്ക് ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. അപ്പോൾ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലിൽ കൊണ്ട് എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ബൈ.